ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 15. ആശുപത്രിയിലെ യൂണിഫോം വസ്ത്രം അവളുടെ യാത്രയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. മനോരോഗ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോകുന്നവരെ തിരിച്ചറിയാൻ അവർ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത ആ വസ്ത്രം ഒരു ചങ്ങല പോലെ അവളെ വരിഞ്ഞു മുറുക്കി. എങ്കിലും ഇരുട്ടിന്റെ ആനുകൂല്യത്തിൽ ഒളിഞ്ഞും മറഞ്ഞും അവൾ എങ്ങനെയൊക്കെയോ മതിൽക്കെട്ടിന് പുറത്തെത്തി. പിന്നീട് തിരിഞ്ഞു നോക്കാതെയുള്ള ഓട്ടമായിരുന്നു. ഓരോ തവണയും പിന്നിൽ ആൽബിയുടെ നിഴലുണ്ടെന്ന ഭയം മീരയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കാലുകൾ തളരുന്നതുവരെ അവൾ നടന്നു. ഒടുവിൽ അവൾക്ക് തികച്ചും അപരിചിതമായ ഒരു നഗരമധ്യത്തിലെത്തിയപ്പോൾ മീര തളർച്ചയോടെ ഒന്നു നിന്നു. അവൾ ചുറ്റും നോക്കി. തൻ്റെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ അവളെ ഭയപ്പെടുത്തി. ഞാനിത് എവിടെയാ? സ്വയം ചോദിച്ചുകൊണ്ട് അവൾ തനിക്ക് മുൻപിലുള്ള ഒരു കടയുടെ ബോർഡിലേക്ക് നോക്കി. താനിപ്പോൾ ഏതോ ഒരു മഹാനഗരത്തിന്റെ ഭാഗമാണെന്ന് അവൾ പതിയെ മനസ്സിലാക്കി. ഇരുട്ടിന്റെ മറവിൽ ഒതുങ്ങി നിന്ന് സ്ഥലപ്പേരുകൾ വായിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആരോ പിന്നിൽ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ മീര കണ്ടത് ഭയാനകമായ ഒരു രൂപത്തെയാണ്. തെരുവ് വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ എല്ലുകൾ ഉന്തി ജട പിടിച്ച മുടിയും നീണ്ട താടിയുമുള്ള ഒരു മനുഷ്യരൂപം. എന്തെന്നില്ലാത്ത ഭയം അവളെ ഗ്രസിച്ച ആ നിമിഷം അവളുടെ ഉദരത്തിൽ ഒരു ചലനമുണ്ടായി. ഉള്ളിലെ കുഞ്ഞ് ആഞ്ഞു തൊഴിച്ചു. ആ സ്പർശം മീരയെ യാഥാർത്ഥ്യത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അവൾ വല്ലാത്തൊരാവേശത്തോടെ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് കുതിച്ചു. തനിക്ക് വേണ്ടി അല്ലെങ്കിലും തൻ്റെ ഉള്ളിൽ വളരുന്ന തൻ്റെ കുഞ്ഞിനു വേണ്ടി തനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ, അവളുടെ മനസ്സ് പറഞ്ഞു. ഒടുവിൽ ഭിക്ഷക്കാർക്കിടയിൽ ഒരുവളായി അവൾ തനിക്കായി ഒരിടം കണ്ടെത്തി. ബാഗ് തുറന്ന് തൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതിനടിയിലുണ്ടായിരുന്ന ഏക ചുരിദാറിലേക്ക് അവൾ വേഷം മാറി. പിന്നീടുള്ള ദിവസങ്ങൾ രാത്രിയുടെ നിഗൂഢതകളിൽ താൻ എത്തപ്പെട്ട കൊച്ചി എന്ന മഹാനഗരത്തിന്റെ മറ്റൊരു മുഖം അവൾ കണ്ടുമുട്ടുകയായിരുന്നു. നഗരത്തിന്റെ അഴുക്കുചാലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരതകൾ, കാമം കണ്ണുകളിൽ പടർന്ന പുരുഷന്മാരും, ജീവിതം തെരുവിൽ ഹോമിക്കപ്പെട്ട സ്ത്രീകളും, അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളും. മീരയ്ക്ക് ആ സമൂഹത്തോട് തന്നെ അറപ്പ് തോന്നി. നിറവയറുമായി അലയുന്ന ആ ഭ്രാന്തി പെണ്ണിനെ കണ്ട് പലരും സഹതാപത്തോടെ ഭക്ഷണം നൽകി. വിശപ്പിന്റെ കാഠിന്യത്താൽ മുന്നിൽ കിട്ടുന്നതെന്തും അവൾ വാരിത്തിന്നു. ഈശ്വരാ, ഇതൊരു പെൺകുഞ്ഞാകരുതേ എന്ന ചിലരുടെ പ്രാർത്ഥനകൾ അവളുടെ കാതിൽ പതിച്ചു. ഈ ലോകത്തൊരു പെണ്ണായി ജനിക്കുന്നതിന്റെ ഭാരം അവരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ രാത്രികൾ. അങ്ങനെ ആ രാത്രിയും വന്നെത്തി. ആൽബർട്ടിനെ പോലെ തന്നെ മനുഷ്യമുഖമുള്ള മറ്റൊരു പിശാച്. വേട്ടക്കാരന്റെ കണ്ണുകളുമായി അയാൾ അടുത്തെത്തിയപ്പോൾ മീര ഭയത്താൽ വല്ലാതെ വിറച്ചു. തന്റെ മുൻപിൽ നിൽക്കുന്ന പെണ്ണുടലിലേക്ക് അയാൾ ആർത്തിയോടെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന അപേക്ഷയോ വേദനയോ എന്തിന് അവളുടെ നിറവയർ പോലും അയാളുടെ കണ്ണുകൾക്ക് കാണാനാകുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അയാളുടെ കണ്ണുകളിൽ കാമം അന്ധത പടർത്തിയിരുന്നു. വല്ലാത്തൊരു ചിരിയോടെ അയാൾ കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മീര ഉച്ചത്തിൽ നിലവിളിച്ചു. പെട്ടെന്ന് അരികിൽ കിടന്ന ഒരു ഭിക്ഷക്കാരി സ്ത്രീ ഞെട്ടിയുണർന്നു. കയ്യിൽ കിട്ടിയ ഒരു പാറക്കല്ലുകൊണ്ട് അവർ അയാളെ ആഞ്ഞടിച്ചു. ചോരയൊലിപ്പിച്ച് തൻ്റെ മുൻപിൽ ജീവനു വേണ്ടി പിടയുന്ന ആ മനുഷ്യനെ കണ്ട് വല്ലാതെ ഭയന്നുപോയ മീര രക്ഷപ്പെടാനായി ലക്ഷ്യമില്ലാതെ അവിടെ നിന്നും ഓടി. ആ ഓട്ടമാണ് എന്നെ നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചത്. അന്നത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാനായി നിങ്ങളുടെ വണ്ടിയുടെ മുൻപിലേക്ക് എടുത്തു ചാടിയതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ആ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അതല്ലാതെ എനിക്ക് മറ്റു വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല, മീര ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. മോളെ, സമയം ഒരുപാട് വൈകി. ഈ രാത്രിയിൽ ഇനി നമുക്ക് യാത്ര തുടരേണ്ട. ആ വളവ് കഴിയുമ്പോൾ കാണുന്ന കോമ്പൗണ്ടിലേക്ക് കയറ്റിക്കോ. എല്ലാം കേട്ടുകൊണ്ടിരുന്ന സിസ്റ്റർ വല്ലാത്തൊരു നെടുവീർപ്പോടെ നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു. മീര സംശയത്തോടെ ആ ഗേറ്റിനുള്ളിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി. വിശാലമായ ആ കോമ്പൗണ്ട് ഒരു കന്യാസ്ത്രീ മഠത്തിൻ്റെതായിരുന്നു. പണത്തിന്റെ മാറുന്ന മുഖങ്ങൾ. കന്യാസ്ത്രീകളും ആഡംബരങ്ങളിലേക്ക് ചുവടുമാറി തുടങ്ങിയിരിക്കുന്നു. മനസ്സ് പറയുമ്പോൾ മീര ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എടോ, ഇതിന്റെ ഭംഗി കണ്ടിട്ടാണോ തനിക്കൊരു ബുദ്ധിമുട്ട് പോലെ? താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് ആഡംബരങ്ങളുടെ ഒരു കോട്ടയൊന്നുമല്ല. ഇത് നമ്മുടെ അനാഥ കുഞ്ഞുങ്ങൾക്കായുള്ള ഓർഫനേജ് ബോർഡിംഗ് സ്കൂളാണ്, മീരയുടെ മനസ്സ് വായിച്ചു എന്നതുപോലെ സിസ്റ്റർ പറഞ്ഞു. തൻ്റെ മുൻവിധികൾ തെറ്റായിരുന്നുവെന്ന് മീര തിരിച്ചറിഞ്ഞു. പ്രാർത്ഥനയുടെ മൗനം നിറഞ്ഞ ആ അന്തരീക്ഷം മീരയുടെ മനസ്സിനെ ശാന്തമാക്കി.
രാത്രിയിൽ ലളിതമായ ഭക്ഷണം കഴിഞ്ഞ് തന്റെ കൊച്ചുമുറിയിലെത്തിയപ്പോൾ മീരയ്ക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം തോന്നി. ചുവരിലെ ക്രൂശിത രൂപവും മേശപ്പുറത്തെ ബൈബിളും അവൾക്ക് സംരക്ഷണത്തിന്റെ ഒരു കവചമായി തോന്നി. ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഇടമാണിത്, അവൾ സ്വയം പറഞ്ഞു. ഈ നിമിഷം താൻ സുരക്ഷിതയാണെന്ന ബോധം അവളെ തഴുകി. സിസ്റ്റർ തെരേസയും തന്റെ മുറിയിൽ മീരയുടെ കഥകൾ ഓർത്ത് പ്രാർത്ഥനാ നിരതയായിരുന്നു. ആ രാത്രി 2 വ്യത്യസ്ത ജീവിതങ്ങൾ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ശാന്തമായി ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ രാത്രി സിസ്റ്റർ തെരേസയുടെ കണ്ണുകളിൽ നിന്നും ഉറക്കം അകന്നു പോയിരുന്നു. മീര പങ്കുവച്ച ജീവിതകഥ ഒരു തീക്കനൽ പോലെ അവരുടെ ഉള്ളിൽ നീറിക്കൊണ്ടേയിരുന്നു. ഇത്രയേറെ യാതനകൾ സഹിച്ച ഒരു പെൺകുട്ടി, അവളെ ചേർത്ത് പിടിക്കേണ്ട മകൻ പോലും ഇന്ന് അവളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരുപാട് നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും മനസ്സ് ശാന്തമാകാതെ വന്നപ്പോൾ സിസ്റ്റർ പതുക്കെ എഴുന്നേറ്റു. ഈ രാത്രി ഇനി നിദ്രയുടേതല്ല, പ്രാർത്ഥനയുടേതാണ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവർ സാവധാനം ചാപ്പലിലേക്ക് നടന്നു. ദിവ്യകാരുണ്യനാഥന്റെ ആ ശാന്തമായ മുഖത്തേക്ക് നോക്കി അവർ മണിക്കൂറുകളോളം ഇരുന്നു. ഒടുവിൽ മനസ്സൽപ്പം തണുത്തപ്പോൾ അവർ തിരികെ മുറിയിലേക്ക് നടന്നു. കോറിഡോറിലെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം സിസ്റ്ററിനെ വിസ്മയിപ്പിച്ചു. ആ കുഞ്ഞു വെട്ടങ്ങൾക്കിടയിൽ തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് സിസ്റ്ററിന് തോന്നി. മീരയുടെ വാക്കുകളിൽ തെളിഞ്ഞ കിച്ചു, അവൻ ഒരിക്കലും ഒരു വഞ്ചകനാകില്ല. സ്വന്തം സുഖം മാത്രം നോക്കുന്ന ഒരാളായിരുന്നു അവനെങ്കിൽ കുടുംബത്തിന് വേണ്ടി ജീവിതം ഹോമിക്കില്ലായിരുന്നു. കിച്ചു എഴുതിയ കത്ത് അത് നുണയാണെങ്കിൽ പ്രവാസ ജീവിതത്തിനിടയിൽ അവന് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ ഒരിക്കലും മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ അവന്റെ കത്തിന്റെ അർത്ഥം എന്തായിരിക്കും? അവനിപ്പോൾ എവിടെയായിരിക്കും? അവന്റെ മാതാപിതാക്കൾക്ക് എന്തു സംഭവിച്ചു? എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മീരയുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് ദൈവം ഈ കഥ എന്നെ കേൾപ്പിച്ചത് ഒരു നിയോഗമാണ്. ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് കണ്ടെത്തണം. ആ യാത്ര എത്ര കഠിനമാണെങ്കിലും എനിക്കത് ചെയ്യണം. സിസ്റ്റർ തെരേസ മനസ്സിലുറപ്പിച്ചു. ആ ഉറച്ച തീരുമാനം ഓർമ്മകളുടെ വാതായനങ്ങൾ 30 വർഷം പുറകിലേക്ക് തുറന്നു. മീരയെ ആദ്യമായി കണ്ടുമുട്ടിയ ആ ഭീകരമായ രാത്രിയിലേക്ക് സിസ്റ്റർ തെരേസ വീണ്ടും യാത്ര തിരിച്ചു. അതൊരു മടക്ക യാത്രയായിരുന്നു. പള്ളിപ്പെരുന്നാളും കടൽ കാഴ്ചകളും കണ്ട് മനസ്സ് നിറഞ്ഞ കന്യാസ്ത്രീ സംഘം വണ്ടിയിൽ മാനന്തവാടിയിലേക്ക് മടങ്ങുകയായിരുന്നു. തെരേസ, നീ കേൾക്കുന്നുണ്ടോ? എല്ലാ കുരുത്തക്കെണ്ണും നീയാണല്ലോ മുൻപിൽ. മദർ സുപ്പീരിയർ തമാശ കലർന്ന ഗൗരവത്തോടെ തെരേസയെ തോണ്ടി വിളിച്ചു. അയ്യോ മദറെ, നമ്മൾ സന്യാസികളാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ടേ? കടൽ കണ്ടപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ മീൻ പിടിച്ചത് ഓർമ്മ വന്നു. ഒരു ഫിഷിംഗ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ജന്മം സഫലമായേനെ. തെരേസയുടെ കുസൃതി ചിരി വണ്ടിക്കുള്ളിൽ ചിരി പടർത്തി. കുരുത്തം കെട്ടവൾ, നീ എൻ്റെ ആങ്ങളയുടെ മോളായതുകൊണ്ട് ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇത്തരം തമാശകൾ പാടില്ല കേട്ടോ, മദർ സ്വരം താഴ്ത്തി ഉപദേശിച്ചു. സമയം പാതിരാത്രിയോടടുത്തു. വാഹനത്തിലെ നേരത്തെ സംഗീതത്തിൽ മയങ്ങിയിരുന്ന മദറും സിസ്റ്റർമാരും പെട്ടെന്ന് വാഹനം സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. സാബു, എന്തുപറ്റി? മദർ പരിഭ്രമത്തോടെ ചോദിച്ചു. മദറെ, വണ്ടിക്ക് മുൻപിലേക്ക് എന്തോ ഒന്ന് ചാടി. ഇടിച്ചെന്ന് തോന്നുന്നു. വല്ല പട്ടിയുമായിരിക്കും. സാബുവിന്റെ ശബ്ദത്തിൽ വല്ലാത്ത ഭയമുണ്ടായിരുന്നു. ഇറങ്ങി നോക്കണോ എന്ന കാര്യത്തിൽ എല്ലാവരിലും ഒരു ശങ്കയുണ്ടായി. ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലം, വിജനമായ രാത്രി. എങ്കിലും മനസ്സാക്ഷി അവരെ തടഞ്ഞു. സാബു, വരുന്നത് വരട്ടെ, നമുക്ക് നോക്കാം. ആരെങ്കിലും അപകടത്തിൽപ്പെട്ടതാണെങ്കിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അത് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ തെരേസ മുന്നോട്ടിറങ്ങി. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവർ ആ കാഴ്ച കണ്ടു. റോഡരികിൽ നിശ്ചലമായി കിടക്കുന്ന ഒരു സ്ത്രീ രൂപം. സിസ്റ്റർ, ഇതൊരു പെൺകുട്ടിയാണ്. ആള് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. അത് പറയുമ്പോൾ സാബു വിതുമ്പിപ്പോയി. അപ്പോഴേക്കും മദറും വാഹനത്തിൽ നിന്നിറങ്ങി അവിടേക്ക് വന്നിരുന്നു. സാബു, എന്തിനാ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചത്? അല്ലമ്മേ, വണ്ടി വലിയ സ്പീഡിലൊന്നും ആയിരുന്നില്ല. അവൾ പെട്ടെന്ന് മുൻപിലേക്ക് എടുത്ത് ചാടിയതാണ്. എനിക്ക് തോന്നുന്നു ചാകാനായിട്ട് ചാടിയതാണെന്ന്. സാബുവിന്റെ വാക്കുകൾ ഇടറുമ്പോൾ കന്യാസ്ത്രീകൾ അവളെ പരിശോധിക്കുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് അപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. മുഷിഞ്ഞ വസ്ത്രം, ജട പിടിച്ച മുടി, ചെളി പരണ്ട ശരീരം, ശരീരത്തെ പലയിടത്തും ഉണങ്ങിയതും അല്ലാത്തതുമായ മുറിവുകൾ. കടുത്ത ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആ മുഖത്തിന് എന്തോ ഒരു ദൈവികമായ ചൈതന്യമുണ്ടെന്ന് സിസ്റ്റർ തെരേസയ്ക്ക് തോന്നി. എല്ലുന്തിയ ആ ശരീരത്തിൽ ഉയർന്നു നിന്ന ആ നിറവയർ ഒരു നോവായി അവരുടെ കണ്ണുകളിൽ ഉടക്കി. മദറിന്റെ അനുവാദത്തോടെ കന്യാസ്ത്രീകൾ അവളെ താങ്ങിയെടുത്ത് വാഹനത്തിലേക്ക് കയറ്റി. അടുത്തുള്ള ചെറിയൊരു ക്ലിനിക്കിലേക്ക് വാഹനം പാഞ്ഞു. പെട്ടെന്ന് തന്നെ ഡോക്ടറും അറ്റൻഡറും ഓടിയെത്തി.
ആരാണിത്? ഡോക്ടറുടെ ചോദ്യത്തിന് സിസ്റ്റർ തെരേസയ്ക്ക് കൃത്യമായ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ, ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വാഹനത്തിന് മുൻപിൽ പെട്ടതാണ്. ആരാണെന്നോ എവിടുന്നാണെന്നോ അറിയില്ല. ഒരു ഭ്രാന്തി പെണ്ണാണെന്ന് തോന്നുന്നു. പക്ഷേ അവൾ ഗർഭിണിയാണ്. ഉള്ളിലെ ജീവന് ഒന്നും സംഭവിക്കരുത്. സിസ്റ്റർ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇവരെ പരിശോധിക്കാൻ പോലും ഞാൻ തയ്യാറാകില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ കന്യാസ്ത്രീകൾ കൊണ്ടുവന്ന കേസല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് അവളെ പരിശോധിക്കുന്ന ഡോക്ടറെ നോക്കി സിസ്റ്റർ തെരേസ നിർവികാരമായി നിന്നു. ആ മുറിയിലെ വെളിച്ചത്തിൽ മേരിയെ സൂക്ഷിച്ചു നോക്കിയ സിസ്റ്റർ തെരേസ അന്നറിഞ്ഞിരുന്നില്ല ആ പെൺകുട്ടി തന്റെ ജീവിതത്തെ ഇത്രയേറെ സ്വാധീനിക്കുമെന്ന്. അവളുടെ ദുരിതം നിറഞ്ഞ ജീവിതത്തെയും വരാനിരിക്കുന്ന പോരാട്ടങ്ങളുടെയും തുടക്കമായിരുന്നു ആ രാത്രി. സിസ്റ്റർ, ഇവരെ ഒന്ന് ക്ലീൻ ചെയ്യാതെ എനിക്ക് തൊടാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും അഴുക്കാണ് ശരീരം മുഴുവനും. ഡോക്ടർ തന്റെ നിസ്സഹായത വെളിപ്പെടുത്തി. നഴ്സുമാർ അറപ്പോടെ ദൂരെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ സിസ്റ്റർ തെരേസയുടെ ഉള്ളിൽ വല്ലാത്തൊരു ആത്മസംഘർഷമുണ്ടായി. എനിക്കൊരു ബക്കറ്റും കുറച്ച് വെള്ളവും തരാമോ? ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം. സിസ്റ്റർ തെരേസ ഉറച്ച സ്വരത്തിൽ പറയുമ്പോൾ അവർ ആശ്വാസത്തോടെ സിസ്റ്റർ ആവശ്യപ്പെട്ടതെല്ലാം അവർക്ക് കൈമാറി. കർട്ടനുകൾ വലിച്ചിട്ട് സിസ്റ്റർ തെരേസ ആ പെൺകുട്ടിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. നനഞ്ഞ തുണി കൊണ്ട് മുഖം തുടച്ചപ്പോൾ ചെളിക്കിടയിൽ നിന്നും ആ ഐശ്വര്യമുള്ള മുഖം തെളിഞ്ഞു വന്നു. നെറ്റിയിലെ മുറിവിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. സിസ്റ്റർ അതീവ ജാഗ്രതയോടെ അവളുടെ ശരീരം തുടച്ചെടുത്ത് ആശുപത്രി വസ്ത്രമണിയിച്ചു. മുഖത്തെ അഴുക്ക് പോയപ്പോൾ ആളാകെ മാറിയല്ലോ, അകത്തേക്ക് വന്ന ഡോക്ടർ അത്ഭുതത്തോടെ പറഞ്ഞു. നെറ്റിയിലെ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണ്. നമുക്ക് ഒരു ബോട്ടിൽ ഗ്ലൂക്കോസ് കൂടി നൽകാം. അവളെ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം തുടർന്നു പറഞ്ഞു. അവൾക്ക് എപ്പോഴാണ് ബോധം വരിക? സിസ്റ്റർ തെരേസ ചോദിച്ചു. ഇതൊരു ഷോക്കിന്റെ ഫലമാണ്. അരമണിക്കൂറിനുള്ളിൽ ബോധം വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവളെ കൊണ്ടുപോകാം. ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ട് സിസ്റ്റർ തെരേസ ഞെട്ടി. ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകാനാണ്? ഞങ്ങൾക്ക് ഈ കുട്ടിയെ അറിയില്ലല്ലോ. നിങ്ങളല്ലേ ഇവിടെ എത്തിച്ചത്, അപ്പോൾ നിങ്ങൾ തന്നെ ബാക്കി നോക്കണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം. ഡോക്ടറുടെ മറുപടി കർശനമായിരുന്നു. സിസ്റ്റർ തെരേസ മദറിനെ വിവരം അറിയിക്കാൻ പുറത്തേക്ക് നടന്നു. കൂടെ ഡോക്ടർ അയച്ച നഴ്സും ഉണ്ടായിരുന്നു. നഗരത്തിന് ആരോടും വിശ്വാസമില്ലാത്ത ആ അവസ്ഥ സിസ്റ്റർ തെരേസയെ വല്ലാതെ വേദനിപ്പിച്ചു. മദർ അരമണിക്കൂർ കഴിയുമ്പോൾ ആ കുട്ടിക്ക് ബോധം വരും. നമുക്ക് എന്ത് ചെയ്യാനാകും? വാഹനത്തിൽ ചെന്ന് അവൾ മദറിനോട് കാര്യങ്ങൾ പറഞ്ഞു. നിറവയറുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മുൻപിൽ വന്നു പെട്ടത് ദൈവനിയോഗമാണ് മോളെ. ഡിസ്ചാർജ് ആകുമ്പോൾ അവളെയും നമുക്കൊപ്പം കൂട്ടാം. കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് മദർ സാവധാനം പറഞ്ഞു. ചെലവിനുള്ള പണം ദാ ഈ ബാഗിലുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഞാനൊന്ന് മയങ്ങട്ടെ. മദർ അത് പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. സിസ്റ്റർ തെരേസ ആശ്വാസത്തോടെ തിരികെ കാഷ്വാലിറ്റിയിലെത്തി. മണിക്കൂറുകൾക്ക് ശേഷം ആ പെൺകുട്ടി പതുക്കെ കണ്ണു തുറന്നു. അവൾ ഭയത്തോടെ ചുറ്റും നോക്കി. അമ്മേ, ഞാനിതെവിടെയാണ്? എൻ്റെ ബാഗ് എവിടെ? അവൾ വിതുമ്പി. പേടിക്കണ്ട മോളെ, ഞാൻ സിസ്റ്റർ തെരേസയാണ്. ഇതൊരു ആശുപത്രിയാണ്. മോളുടെ പേരെന്താ? സിസ്റ്റർ തെരേസ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ശാലിനി. അവൾ പതുക്കെ മന്ത്രിച്ചു. സിസ്റ്റർ, എൻ്റെ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല മോളെ. മോളെ എവിടെയാ കൊണ്ടാക്കേണ്ടത്? സിസ്റ്റർ തെരേസ അനുകമ്പയോടെ ചോദിച്ചു. എനിക്ക് വീടില്ല സിസ്റ്റർ, എനിക്ക് ആരുമില്ല. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ നിസ്സഹായത കണ്ടപ്പോൾ സിസ്റ്റർ തെരേസയ്ക്ക് മകളോടെന്നതുപോലെ അവളോടൊരു സ്നേഹം തോന്നി. മോളെ, ആശുപത്രി ബില്ലുകൾ ഞങ്ങൾ അടച്ചോളാം. മോൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളുടെ മഠത്തിനോട് ചേർന്ന് ആരുമില്ലാത്തവർക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിലേക്ക് പോരാം. ഞാൻ മദറിനോട് സംസാരിച്ചിരുന്നു. മദറിനും സമ്മതമാണ്. സിസ്റ്റർ തെരേസയുടെ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രതീക്ഷ മിന്നിമറഞ്ഞു. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നും വിവരം അറിയിച്ചതനുസരിച്ച് പോലീസുകാരും എത്തി. ഡോക്ടർ, ഇവളെ ഞങ്ങൾ കൊണ്ടുപോകുകയാണ്, മദർ സാവധാനം പറഞ്ഞു. മദർ, എനിക്ക് നിങ്ങളെ അറിയാം. ഈ പെൺകുട്ടി നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതയായിരിക്കും. ഡോക്ടർക്ക് സംശയമായിരുന്നുവെങ്കിലും പോലീസുകാരിൽ ഒരാൾ മദറിനെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു. ആശുപത്രിയിലെ നൂലാമാലകളെല്ലാം കഴിഞ്ഞ് പുലർച്ചെയോടെ മാനന്തവാടിയിലേക്കുള്ള യാത്ര പുനരാരംഭിക്കുമ്പോൾ മദറിനോട് ചേർന്നുള്ള സീറ്റിൽ മീരയുണ്ടായിരുന്നു. സിസ്റ്റർ തെരേസയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഒരു കൂടപ്പറപ്പിനോടുള്ള സ്നേഹമാണ് തനിക്ക് മീരയോട് തോന്നുന്നത്. ഒരുപക്ഷെ മുജ്ജന്മങ്ങളിൽ എപ്പോഴോ തങ്ങൾ സഹോദരങ്ങളായിരിക്കാം എന്ന് അവർക്ക് തോന്നി. വാഹനം മുന്നോട്ട് നീങ്ങവേ മീര മദറിന്റെ മടിയിലേക്ക് ചാഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി.
അപ്പോൾ അവളിൽ യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. താൻ സുരക്ഷിതമായ കൈകളിലാണെന്ന ഉറച്ച ബോധ്യം മാത്രമായിരുന്നു ആ മുഖത്ത് നിറഞ്ഞു നിന്നത്. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതകളിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. 2 കൊറിന്തോസ് 12:9. ആരുമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ആ പെൺകുട്ടിയെ നോക്കിയിരിക്കുമ്പോൾ സിസ്റ്റർ തെരേസയുടെ മനസ്സിൽ ആ ബൈബിൾ വാക്യം നിറഞ്ഞു നിന്നു. ശരിയാണ്, ഇവിടെ കർത്താവിന്റെ കൃപയാണ് ഒഴുകിയിരിക്കുന്നത്. അവൾ ദൈവത്തിന്റെ കുഞ്ഞാണ്. മനസ്സ് നിറഞ്ഞ് അത് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ആ യാത്രയിലുടനീളം ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന കൗതുകത്തോടെ മീരയെ നോക്കിയിരുന്നു. തെരേസ, ഇന്നു മുതൽ ശരണാലയത്തിലാണ് നിന്റെ ഡ്യൂട്ടി. നീ വേറെ കാര്യങ്ങളൊന്നും നോക്കേണ്ട, മീരയുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അവൾക്ക് ഭക്ഷണവും മരുന്നും വിശ്രമവും കൃത്യമായി ലഭിക്കണം. മാനന്തവാടി മഠത്തിനു മുൻപിൽ വാഹനം ഇറങ്ങുമ്പോൾ മദർ പറഞ്ഞു. രോഗി ഇച്ഛിച്ചതും പാൽ, വൈദ്യം കൽപ്പിച്ചതും പാൽ എന്ന അവസ്ഥയായിരുന്നു സിസ്റ്റർ തെരേസയ്ക്ക്. മദറിന്റെ ആ തീരുമാനം അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം നൽകി. മഠത്തിലെ കഠിനമായ ചിട്ടകളിൽ നിന്നും വ്യത്യസ്തമായി മീരയോടുള്ള മമത തെരേസയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. പതുക്കെ മഠത്തിലെ മറ്റുള്ളവർക്കും മീര പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു. സിസ്റ്റർ, അന്ന് ആക്സിഡന്റ് നടന്നപ്പോൾ ഈ ബാഗ് അവൾ കിടന്നിടത്തു നിന്നും തെറിച്ചു പോയിരുന്നു. അന്ന് ആ പെൺകുട്ടി മരിച്ചു എന്ന് പേടിച്ച ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചു. പിന്നെ ഞാനത് മറന്നും പോയി. ഇന്ന് വണ്ടി ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാൻ ഈ ബാഗ് കണ്ടത്. മദർ വഴക്കു പറയുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ് ഇത് സിസ്റ്ററിനെ ഏൽപ്പിക്കുന്നത്. ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം മഠത്തിലെ ഡ്രൈവർ സാബു കുറ്റബോധത്തോടെ ഒരു ട്രാവൽ ബാഗ് സിസ്റ്റർ തെരേസയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. സാബുവിനെ ശാസിച്ചുകൊണ്ട് സിസ്റ്റർ തെരേസ ആ ബാഗും വാങ്ങി തന്റെ ഓഫീസിലേക്ക് നടന്നു. അതിന്റെ മുകളിലായി തന്നെ ഉണ്ടായിരുന്ന നഴ്സിംഗ് സർട്ടിഫിക്കറ്റുകളിലാണ് അവരുടെ കണ്ണുകൾ ഉടക്കിയത്. അവൾ അന്ന് പറഞ്ഞ ശാലിനി എന്ന പേര് വ്യാജമാണെന്നും യഥാർത്ഥ പേര് മീര എന്നാണെന്നും അപ്പോഴാണ് സിസ്റ്റർ തെരേസ തിരിച്ചറിഞ്ഞത്. അവർ അപ്പോൾ തന്നെ ആ വിവരങ്ങൾ മദറിനെ അറിയിച്ചു. എന്നാൽ എല്ലാം കേട്ടിട്ടും മദർ വല്ലാതെ ശാന്തയായിരുന്നു. അത് പോട്ടെ തെരേസ, ഓരോരുത്തരും നിലനിൽപ്പിനായി ഓരോരോ നുണകൾ പറയും. അവളുടെ സത്യം എന്തായാലും നമ്മൾ അവളെ ചേർത്ത് പിടിക്കണം. ഇന്നു മുതൽ അവളുടെ പേര് മീര എന്ന് തന്നെയാകട്ടെ. അവളുടെ കുഞ്ഞിന് സ്വന്തം അമ്മയുടെ പേര് തന്നെ അറിയാനിടയാകട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മദർ മീരയെ വിളിച്ച് ആ ബാഗ് തിരികെ നൽകി. മദറിന്റെ ആ വലിയ മനസ്സിന് മുൻപിൽ മീര വിതുമ്പിപ്പോയി. പിന്നീടുള്ള മാസങ്ങൾ കാത്തിരിപ്പിൻ്റെതായിരുന്നു. മീരയുടെ പ്രസവ തീയതി അടുക്കുന്നു. ഒടുവിൽ 7-ാം തീയതി അവളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സിസ്റ്റർ, കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യം അല്പം ശ്രദ്ധിക്കണം. രക്തം കരുതുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കാം. ഡോക്ടർ സിസ്റ്റർ തെരേസയെ മാറ്റി നിർത്തി പറഞ്ഞു. ആ വാർത്ത സിസ്റ്റർ തെരേസയെ ഭയപ്പെടുത്തി. മഠത്തിൽ ഇതുവരെ മീരയെ പോലെ ഒരു അന്തേവാസി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇടവകയിലെ ഒരു പ്രമാണിയെ വിളിച്ച് കാര്യം പറഞ്ഞ് രക്തത്തിനുള്ള ഏർപ്പാട് ചെയ്തു. പിന്നീട് ആ കുഞ്ഞിന്റെ വരവിനായി എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ലേബർ റൂമിന് പുറത്ത് മദറിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് ശ്വാസമടക്കി സിസ്റ്റർ തെരേസ കാത്തുനിന്നു. ലേബർ റൂമിൽ നിന്നും ഉയരുന്ന ഓരോ കരച്ചിലും സിസ്റ്ററിനെ വല്ലാതെ ഭയപ്പെടുത്തി. മീര പ്രസവിച്ചു, ആൺകുട്ടിയാ. കുറേയേറെ നേരത്തിന് ശേഷം ആ റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന നേഴ്സിന്റെ വാക്കുകൾ ആ അന്തരീക്ഷത്തിലെ പിടിമുറുക്കത്തെ വല്ലാതെ എലിയിച്ചു കളഞ്ഞു. മീരയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പ്രാർത്ഥനാ നിരതയായിരുന്ന മദർ ആവേശത്തോടെ ചോദിച്ചു. ഒരു കുഴപ്പവുമില്ല, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ സിസ്റ്റർ തെരേസയും മദറും നെറ്റിയിൽ കുരിശു വരച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ കുഞ്ഞിന്റെ പിതാവ് ആരായിരിക്കും? അല്പസമയത്തിന് ശേഷം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ ചോര കുഞ്ഞിനെ നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങുമ്പോൾ മദർ ഉള്ളിൽ ചോദിച്ചു. ആ നിമിഷം അവരുടെ ഉള്ളിൽ ഒരു മുത്തശ്ശിയുടെ വാത്സല്യം നിറഞ്ഞു. ഈറനണിഞ്ഞ കണ്ണുകളോടെ സിസ്റ്റർ അവന്റെ കവിളിൽ മുത്തി. മദർ, ആരായിരിക്കും ഇവന്റെ അപ്പൻ? പെട്ടെന്ന് സിസ്റ്റർ തെരേസയിൽ നിന്നും അതേ ചോദ്യം ഉയർന്നു വന്നു. ആരെങ്കിലും ആകട്ടെ കുഞ്ഞെ, ഇപ്പോൾ ഇവൻ നമ്മുടേതാണ്, നമ്മുടെ മീരയുടെ കുഞ്ഞ്. ഇവനെ വളർത്താനുള്ള ചുമതല ഇനി നമുക്കാണ്. മറുപടിയായി മദർ ഗൗരവത്തോടെ പറഞ്ഞു. 3 ദിവസത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും മഠത്തിലേക്ക് മടങ്ങുമ്പോൾ മീരയുടെ മുഖത്ത് പുതിയൊരു തേജസ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് എന്ത് പേരിടണം എന്ന കാര്യത്തിൽ മീരയ്ക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അലോഷി. എന്തുകൊണ്ടാണ് ആ പേര് തിരഞ്ഞെടുത്തതെന്ന് അവൾ ആരോടും പറഞ്ഞില്ലെങ്കിലും ശരണാലയത്തിലെ എല്ലാവർക്കും അവൻ അല്ലുവായി മാറി. കണ്ണുകളിൽ നീലക്കടലേന്തിയ നുണക്കുഴിയുള്ള ആ കുസൃതി കുരുന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. കുഞ്ഞിന് 3 മാസം പ്രായമായപ്പോൾ മീരയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ മദർ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടി.
താനൊരു സിംഗിൾ മദർ ആണെന്നും തൻ്റെ മകനെ വളർത്തേണ്ടത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നും മീര തിരിച്ചറിഞ്ഞു. മനോധൈര്യം വീണ്ടെടുത്ത മീര മഠത്തിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ നഴ്സായി ജോലിക്ക് കയറി. അധികം വൈകാതെ തന്നെ അവൾ അവിടുത്തെ ഏറ്റവും മികച്ച നഴ്സുമാരിൽ ഒരാളായി മാറി. മദർ, ഞാൻ ഇനി എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ തങ്ങുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ഞാനൊരു വാടക വീട് നോക്കട്ടെ. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായപ്പോൾ മീര മദറിനോട് പറഞ്ഞു. മീരയുടെ വളർച്ചയിൽ സന്തോഷിച്ച മദർ അവളെ നിരാശയാക്കിയില്ല. മഠത്തിനടുത്തുള്ള തൻ്റെ ആങ്ങളയുടെ ഒഴിഞ്ഞുകിടന്ന വീട് മദർ അവൾക്കായി നൽകി. തറവാട്ടിൽ നിന്നും മക്കളെ മാറ്റി പ്രാർത്ഥിക്കുന്നത് പോലുള്ള ആ സ്നേഹബന്ധം അവിടെ തുടർന്നു. വർഷങ്ങൾ കടന്നുപോയി. അതിനിടയിൽ മദറിന്റെ ആരോഗ്യസ്ഥിതി മോശമായി. തെരേസ, മീരയ്ക്ക് ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി അവൾക്ക് അമ്മയുടെ സ്ഥാനത്ത് നീ ഉണ്ടാകണം. അലോഷി വളർന്നു വലുതാകുന്നതുവരെ നീ അവരുടെ നിഴലായി കൂടെ ഉണ്ടാകണം. തൻ്റെ അന്ത്യം അടുത്തുവെന്ന് തിരിച്ചറിഞ്ഞ മദർ തെരേസയെ വിളിച്ച് ആ വലിയ ദൗത്യം ഏൽപ്പിച്ചു. മദറിന്റെ മരണം മീരയെ തളർത്തിയെങ്കിലും അലോഷിയുടെ വളർച്ച അവളെ പിടിച്ചു നിർത്തി. അമ്മേ, ഞാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ ജോലി ചെയ്താൽ അലോഷിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു. അലോഷിക്ക് 10 വയസ്സായപ്പോൾ മീര തൻ്റെ മകന് വേണ്ടി ആ വലിയ തീരുമാനം സിസ്റ്റർ തെരേസയെ അറിയിച്ചു. മോളെ, പണത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. കുഞ്ഞിനെയും നോക്കി ഇവിടുത്തെ ചെറിയ ജോലികളും ചെയ്ത് നിനക്ക് ആയുഷ്കാലം മുഴുവനും ഇവിടെ കഴിയാമല്ലോ. പിന്നെ എന്തിനാണ് ഈ സാഹസം? അമ്മേ, ഇത് മറ്റൊരാളുടെ വീടാണ്. ഇവിടെ കഴിയുന്നതിന് പരിമിതികളുണ്ട്. പിന്നെ എൻ്റെ മകന് ഞാൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അവന് നല്ല വിദ്യാഭ്യാസം വേണ്ടേ? ഒരു നല്ല വീട് വേണ്ടേ? മീരയുടെ ആ ചോദ്യത്തിന് മുൻപ് സിസ്റ്റർ തെരേസയ്ക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിലേക്ക് പോകാനായിരുന്നു മീരയുടെ താല്പര്യം. അതിനായി 5 ലക്ഷം രൂപ ആവശ്യമായിരുന്നു. ദൈവനിയോഗം പോലെ ശരണാലയത്തിലെ സഹായിയായ ജോസേട്ടൻ തന്റെ സ്ഥലം ഈട് വെച്ച് മീരയെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. പണം റെഡിയായപ്പോൾ മീര ഡൽഹിയിൽ പോയി പേപ്പറുകൾ ശരിയാക്കി. വിസ വന്നപ്പോൾ സന്തോഷത്തെക്കാളേറെ മകനെ പിരിയുന്നതിലുള്ള സങ്കടമാണ് ആ അമ്മയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത്. മോളെ, പതറരുത്. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകൻ ഇവിടെയുണ്ടെന്ന് മറക്കരുത്. പ്രതിസന്ധികൾ ഉണ്ടാകും, പക്ഷേ ദൈവത്തിന് നിരക്കാത്തതൊന്നും നീ ചെയ്യരുത്. യാത്ര തിരിക്കുന്ന അന്ന് സിസ്റ്റർ തെരേസ മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ അനുഗ്രഹത്തോടെയാണ് മീര ഇസ്രായേലിലേക്ക് വിമാനം കയറിയത്. ഓർമ്മകളിൽ നിന്നും സിസ്റ്റർ തെരേസ വീണ്ടും വർത്തമാന കാലത്തിലേക്ക് ഉണർന്നു. മീര ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് തൻ്റെ മനസ്സുറപ്പിച്ചു പറയുന്നു. ആൽബർട്ട് കാണിച്ച ആ ഫോട്ടോയിലെ മീരയെ വിശ്വസിക്കാൻ തനിക്കാകുന്നില്ല. എവിടെയോ എന്തോ ഒന്ന് പിഴച്ചിട്ടുണ്ട്. പക്ഷേ ആ ചിത്രങ്ങൾ നുണ പറയില്ല. എന്തായിരിക്കും അന്യനാട്ടിൽ അവൾക്ക് സംഭവിച്ചത്? ഉത്തരമില്ലാത്ത ആ ചോദ്യവുമായി പുലർച്ചെ എപ്പോഴോ സിസ്റ്റർ മയക്കത്തിലേക്ക് വഴുതി വീണു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.